ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മുടെ ന്യൂസ് ചാനലിലൊക്കെ നമ്മൾ കേട്ട ഒന്നാണ് കാട്ടാന ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു എന്നുള്ളത്. ഈ ഒരു സ്ത്രീ മാത്രമല്ല, നിരന്തരമായി ഇപ്പോൾ ഒരുപാട് പേര് ഈ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്ക് എതിരായി, അതായത് ഈ വന്യജീവികളെ പുറത്തോട്ട് വരാതെ നോക്കേണ്ടത് നമ്മുടേതായ ഭരണകർത്താക്കളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ജീവൻ എന്ന് പറയുന്നത് എത്ര ലക്ഷം കൊടുത്തെന്ന് പറഞ്ഞാലും ശരി, തിരിച്ചു കിട്ടാത്ത ഒന്നാണ്. അപ്പോൾ ഇത് പറയുന്നത്, വാർത്ത കേട്ടതെന്ന് പറയുന്നത്, 2 വർഷം മുമ്പ് ഇവർ പരാതി കൊടുത്തിരുന്നു. വനവകുപ്പിനും മേലുദ്യോഗസ്ഥർക്ക് പരാതി കൊടുത്തെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കൊടുത്തിട്ടും നടപടി എടുത്തിരുന്നെങ്കിൽ ഇന്ന് ആ ജീവൻ പോവില്ലായിരുന്നു. ഈ 2 വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ആ നടപടി എടുക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്ന് അവരും ജീവനോടെ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഇടയിലുമുണ്ട് തെറ്റ്. എന്തുകൊണ്ടാണ് ഈ വന്യജീവികൾ പുറത്തിറങ്ങുന്നതെന്ന് വെച്ചാൽ, ഒരുപക്ഷെ അവർക്ക് ആഹാരം കിട്ടാതെ ആയിരിക്കാം. കിട്ടാത്തതുകൊണ്ടാണ്, കൂടുതലും ആഹാരത്തിന് വേണ്ടിയായിരിക്കും ഇവർ പുറത്തിറങ്ങുന്നത്. ഇവരുടെ എണ്ണം നമുക്ക് നിർണ്ണയിക്കാൻ പറ്റിയിട്ടില്ല. എത്ര ഒരു മേഖലയിൽ ഇത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് നിർണ്ണയിക്കാൻ ഇതേവരെ കഴിഞ്ഞിട്ടില്ല. അപ്പം ഇവ ആഹാരം കിട്ടാതെ വരുന്നതുകൊണ്ടായിരിക്കാം പുറത്തിറങ്ങുന്നത്. എന്നാലും നമ്മൾ ചെയ്യേണ്ട ഒരു കടമയുണ്ട്. മനുഷ്യജീവനൊരു വില കൊടുക്കേണ്ടതുണ്ട്. ഇനിയും ഇതേപോലെ ജീവനുകൾ പൊഴിയാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഭരണകർത്താക്കളായാലും ശരി, മേലുദ്യോഗസ്ഥരായാലും ശരി, വനവകുപ്പിലെ ഉദ്യോഗസ്ഥരായാലും ശരി, അവർക്കെല്ലാം അവരുടെ എല്ലാ കടമയാണത്. അപ്പോൾ അതവർ ചെയ്യുക, അത്ര തന്നെ. ഇനിയൊരു ജീവൻ പൊലിയാതിരിക്കട്ടെ.